ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷീബാസ് റെസിപ്പീസ്. ഇന്ന് നമുക്ക് 5 മിനിറ്റിൽ ബ്രെഡ് ഉണ്ടെങ്കിൽ കുട്ടികൾക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രുചിയിലുള്ള ഗാർലിക് ബ്രെഡ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ആദ്യമായി ഈ വെളുത്തുള്ളി പൊടിയായിട്ടൊന്ന് അരിഞ്ഞെടുക്കണം. ഇത്രയും ഫൈനായിട്ട് ഒരു ബൗളിലോട്ട് 1.5 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാം. പൊടിയായിട്ട് അരിഞ്ഞ വെളുത്തുള്ളി 1.5 ടേബിൾ സ്പൂൺ. ഇതിലോട്ട് 4 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കാം. അൺസാൾട്ടഡ് ബട്ടർ ചെയ്ത്. അപ്പം ഞാൻ 2 ടേബിൾ സ്പൂൺ എണ്ണ എടുത്തിട്ടുണ്ട്. റിഫൈൻഡ് ഓയിൽ, സൺഫ്ലവർ ഓയിൽ എടുത്തേക്കുന്നത്. ഇത് നല്ലതായിട്ടൊന്ന് ചൂടാക്കിയിട്ട് ഈ ബട്ടറും വെളുത്തുള്ളി നമ്മൾ എടുത്തു വെച്ചില്ലേ അതിലോട്ട് ഒഴിച്ചു കൊടുക്കണം. ഇതിപ്പോൾ നല്ലതായിട്ട് ചൂടായിട്ടുണ്ട്. ഇത് ഒഴിച്ചു കൊടുക്കാം. നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതുപോലെ ചൂടാക്കി എണ്ണ ഒഴിക്കുമ്പോൾ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും ബട്ടറിൻ്റെയും ഗാർലിക്കിൻ്റെയും ഒക്കെ. അപ്പോൾ ഓയിൽ നല്ലതായിട്ട് തന്നെ ചൂടാക്കണം. ഇതിലോട്ട് 1/2 ടീസ്പൂൺ ചതച്ചമുളക് ഇട്ട് കൊടുക്കാം, ചില്ലി ഫ്ലേക്സ്. ഒരു 1/4 ടീസ്പൂൺ ഇറ്റാലിയൻ സീസണിങ് അല്ലെങ്കിൽ ഒറിഗാനോ സീസണിങ്, 2 നുള്ളു ഉപ്പ്. ഇതും കൂടെ ചേർത്ത് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇപ്പം നിങ്ങൾക്ക് ചില്ലി ഫ്ലേക്സ് വേണ്ടെന്നുണ്ടെങ്കിൽ ഇടണ്ട, കുഴപ്പമില്ല. കുട്ടികൾക്കൊക്കെ കൊടുക്കാനാണെങ്കിൽ ചില്ലി ഫ്ലേക്സ് ഇടേണ്ട കാര്യമില്ല. കുറച്ച് മല്ലിയില അരിഞ്ഞത് അതും വേണമെന്നുണ്ടെങ്കിൽ ഇട്ടാൽ മതി. ഇപ്പം ഞാൻ കുറച്ച് ബ്രെഡ് എടുത്തിട്ടുണ്ട്, മിൽക്ക് ബ്രെഡ് അല്ലെങ്കിൽ സാൻഡ്വിച്ച് ബ്രെഡ്. അത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ട്. ഒരു ബ്രെഡ് ഇതുപോലെ 2ആയിട്ട്. ഇപ്പം നമുക്കിതൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. ലൈറ്റായിട്ട് ചെയ്താൽ മതി. ഗാർലിക്കും ഒക്കെ ചേർത്തെടുക്കാം. ഇതിപ്പോൾ ഞാൻ ഒരു സൈഡൊന്ന് ബ്രഷ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ടോസ്റ്റ് ചെയ്യാം. ഞാനിപ്പോൾ ഒരു ഗ്രിൽ പാനാണ് വെച്ചേക്കുന്നത്. നോർമൽ പാനായാലും കുഴപ്പമില്ല. ഇതിപ്പോൾ ഒന്ന് മീഡിയം ചൂടായിട്ടുണ്ട്. നമുക്ക് ഓരോ പീസും വെച്ച് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. ഇതിൻ്റെ മുകളിലും ലൈറ്റായിട്ടൊന്ന് ബ്രഷ് ചെയ്യാം. ഒരു സൈഡ് ഒന്ന് ആയി കഴിയുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കാം. ഒരു ഗോൾഡൻ കളറൊക്കെ ആകുമ്പോൾ എടുക്കാം. ഒരു 30 സെക്കൻഡൊക്കെ മതി. ഒരു സൈഡ് ഒരു 30 സെക്കൻഡൊക്കെ മതി. ഇതിപ്പോൾ ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാം ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഞാൻ എല്ലാം ഇവിടെ ടോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ 8 സ്ലൈസ് ബ്രെഡാണ് ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചേക്കുന്നത്. നല്ല ഫ്ലേവറുള്ളൊരു ബ്രെഡാണ് ഇത്. ഗാർലിക്കിൻ്റെയും ബട്ടറിൻ്റെയും ഒറിഗാനൊക്കെ ഇട്ടില്ലേ അതിൻ്റെയൊക്കെ നല്ലൊരു ഫ്ലേവർ ഇതിന്. പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റിയൊരു സ്നാക്ക് ഇത്. അപ്പോൾ എല്ലാവരും ഉറപ്പായിട്ട് വന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. പിന്നെ നിങ്ങളുടെ കമൻസും ഒക്കെ അറിയിക്കണേ. താങ്ക് യു.